നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂൾ തുടങ്ങുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ വളരെ വേഗം നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ച SIT. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും വൈകാതെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 9 ഉദ്യോഗസ്ഥരെയാണ് ഇതുവരെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെ തള്ളി സ്മാർട്ട് ക്രിയേഷൻസ്. ദ്വാരപാലക ശില്പപാളികൾ ഉരുക്കിയപ്പോൾ ലഭിച്ചത് 577 ഗ്രാം സ്വർണം മാത്രമാണെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം. പാളികളിൽ 1564 ഗ്രാം സ്വർണമുണ്ടായിരുന്നുവെന്ന UV ഗ്രൂപ്പിന്റെ അവകാശവാദം തെറ്റ്. ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര ഗ്രാം സ്വർണം പൂശിയിരുന്നുവെന്നതിന് ആധികാരികമായ രേഖകളില്ലെന്നും സ്മാർട്ട് ക്രിയേഷൻസ്. ശബരിമല സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ പരിശോധനകൾ ഇന്ന് പൂർത്തിയായേക്കും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സന്നിധാനത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ ഇന്ന് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. പാളികളുടെ അളവും തൂക്കവും സ്വർണത്തിന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്തും. ദേവസ്വം മാസ്റ്റർ പ്രകാരം സന്നിധാനത്ത് വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളി ആഭരണങ്ങളുടെ പരിശോധനകൾ ഇന്നലെ നടന്നിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം പട്ടാഴി മരുതൻ ഭാഗം സ്വദേശിനിയായ 48 വയസ്സുകാരിയാണ് ഇന്നലെ മരിച്ചത്. സെപ്റ്റംബർ 23-ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 11 ദിവസത്തിനിടെ സംസ്ഥാനത്തെ 3ാമത്തെ മരണമാണ്. രാത്രികാല സർവീസുകൾ മുടക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. എയർ ഹോൺ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും പരിശോധന കർശനമാക്കാനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. ഉത്തർപ്രദേശിൽ ഇമാമിന്റെ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ. ഇമാം വിദ്യാർത്ഥികളെ ശിക്ഷിച്ചതിലുള്ള പ്രതികാര നടപടിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. കൊലയ്ക്കുപയോഗിച്ച ആയുധവും കണ്ടെടുത്തതായി ബാഗ്പത് SP സൂരജ് റാറെ അറിയിച്ചു. ഗുജറാത്തിൽ കർഷകരുടെ പരുത്തി ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. പ്രതിഷേധത്തിനിടെ ആം ആദ്മി പാർട്ടി ഫാമേഴ്സ് സെൽ പ്രസിഡന്റ് രാജു കൽപാടിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. BJP സർക്കാർ സംസ്ഥാനത്തെ കർഷകരോട് നീതി പുലർത്തുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി. ഹിമാചൽ പ്രദേശിലെ കർസോഗ് ജില്ലയിൽ 132.8 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു. ഷിംലയിൽ പുകയില രഹിത യുവജന പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് സർക്കാർ തുടക്കമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഫീസ് അടയ്ക്കാത്തത് കാരണം 14 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ നിലത്തിരുത്തി പരീക്ഷ എഴുതിപ്പിച്ച് സ്കൂൾ അധികൃതർ. മുംബൈ ഭീവണ്ടിയിലെ ഉറുദു മീഡിയം സ്കൂളിലാണ് സംഭവം. സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് പോലീസ്. US-ൽ ഷട്ട്ഡൌൺ തുടരുന്നതിനിടയിലും ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ട് ട്രംപ് ഭരണകൂടം. ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കിയാണ് ഫെഡറൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കം. നിലവിൽ 7 ഏജൻസികൾ 4000-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ടു.